വെൽക്കം. റഹ്മാനാണ്. ബയോകെമിസ്ട്രി വൈറ്റമിൻസ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ വൈറ്റമിൻ കെ കുറിച്ചിട്ടാണ്. വൈറ്റമിൻ കെ എന്ന് പറയാൻ കാരണം നമ്മൾ ഇംഗ്ലീഷിലെ കൊയാഗുലേഷൻ എന്ന് എഴുതുന്നത് ജർമ്മനിയിലൂടെ കെ ആയിരുന്നു, അതുകൊണ്ടാണ് വൈറ്റമിൻ കെ ആയത്. സോ ഇതിന്റെ മറ്റൊരു പേര് ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. ആൻഡ് വൈറ്റമിൻ കെ ഇസ് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആണ്. ADEK ഒക്കെയാണ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ആൻഡ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ, വൈറ്റമിൻ കെയുടെ ബേസിക് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ ഒരു നാഫ്തോകിനോൺ റിംഗ് നമുക്ക് കാണാം. 2 റിംഗ് ഉള്ള ഒരു സ്ട്രക്ചറാണ്. ഒരു റിംഗ് ഒരു സദാ നമ്മുടെ ബെൻസിൻ റിംഗ് ആണ്, ഒരു ബെൻസിൻ റിംഗ് ആണ്. ആൻഡ് ഇതിനോട് 2 O അല്ലെങ്കിൽ നമ്മൾ അതിനെ കീറ്റോ ഗ്രൂപ്പ് എന്ന് പറയും. 2 കീറ്റോ ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെയും 1 and 4 പൊസിഷനിൽ കീറ്റോ ഗ്രൂപ്പ് പിടിപ്പിച്ചു കഴിയുമ്പോൾ ആൻഡ് ഒരു റിംഗ് കിട്ടും. ആൻഡ് ഇതിൽ ഒരു CH3 ഇവിടെ, ദാറ്റ് മീൻസ് ഓൺ ദ സെക്കൻഡ് പൊസിഷനിൽ. ആൻഡ് തേർഡ് പൊസിഷനിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നത് ഐസോപ്രീനോയിഡ് ചെയിൻ ആണ്. ഐസോപ്രീനോയിഡ് ചെയിനും കൂടി പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ കെയുടെ സ്ട്രക്ചർ നമുക്ക്. ആൻഡ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് 3 ഫോംസിലുണ്ട്. സോ ഇറ്റ്സ് 3 ഡിഫറെന്റ് വൈറ്റമിൻ കെ ഫോംസ് അവൈലബിൾ ആണ്. ആൻഡ് ഈ ഐസോപ്രീനോയിഡ് ഇങ്ങനെയുള്ളത് ഒരു 20 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇസ് 20 ആണെങ്കിൽ അതിനെ നമ്മൾ വൈറ്റമിൻ K1 എന്നാണ് വിളിക്കുക. സോ 20 എന്ന് പറയുമ്പോൾ ഐസോപ്രീനോയിഡ് ആണെങ്കിൽ വൈറ്റമിൻ K1 ആയി. സോ ഇതിന്റെ പേര് ഫില്ലോക്വിനോൺ എന്ന് വിളിക്കും. ആൻഡ് ഇത് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്, ചെടികളിൽ നിന്നൊക്കെയാണ് ഇത് സാധാരണ രീതിയിൽ ലഭിക്കുന്നത്. വേറെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റോ എന്ന് പറയുമ്പോൾ തന്നെ ചെടിയായി. മെനഡയോൺ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. വീണ്ടും ഫൈറ്റോനാഡയോൺ എന്നൊന്നും വിളിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ വൈറ്റമിൻ K1 തന്നെയായി. ഫൈറ്റോ ചെടികളിലാണെന്ന് നമുക്കറിയാം. ഇനി വൈറ്റമിൻ കെയുടെ രണ്ടാമത്തെ ഫോം എന്ന് പറയുമ്പോൾ അപ്പോൾ വൈറ്റമിൻ K2 ആയിരിക്കും. സോ K2 ആണ്. ആൻഡ് ഇത് അനിമൽ സോഴ്സിൽ നിന്ന് സാധാരണ കിട്ടുന്നതാണ്. അല്ലെങ്കിൽ മനുഷ്യനിലാണെങ്കിൽ ഇൻറ്റസ്റ്റൈനിലുള്ള ബാക്ടീരിയൽ ഫ്ലോറ നമുക്ക് ഇത് ഉണ്ടാക്കി തരുന്നു. സോ ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ തേർഡ് പൊസിഷനിൽ നമ്മൾ 20 എന്നതിന് പകരം ഇഫ് ഇറ്റ് ഈസ് ഒരു 30 കാർബൺ ഉണ്ടെന്ന് ഇരിക്കുക. ഇങ്ങനെ ഐസോപ്രീനോയിഡ് ചെയിൻ ആണെങ്കിൽ 30 കാർബൺ ഉള്ള ഐസോപ്രീനോയിഡ് ആണെങ്കിൽ ഇതാണ് വൈറ്റമിൻ K2. അപ്പൊ അതിനൊരു പേരുണ്ട്. അതിന്റെ പേര് മെനാക്വിനോൺ എന്നാണ്. മെനാക്വിനോൺ എന്ന് നമുക്കിതിനെ വിളിക്കാം. ഇവിടെ ഫൈറ്റോ ഉണ്ടായിരുന്നു, ഇവിടെ ഫൈറ്റോ ഇല്ല, മെനയാണ്. സോ വൈറ്റമിൻ കെയുടെ K1 ആൻഡ് K2 ആദ്യത്തെയും രണ്ടാമത്തെയും രണ്ടും നാച്ചുറൽ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ്. രണ്ടിലും ഐസോപ്രീനോയിഡ് ചെയിൻ ഉണ്ട്. ആൻഡ് ഇത് രണ്ടും ബോത്ത് ആർ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് എന്നുള്ളതാണ്. K1 ചെടികളിൽ നിന്ന് കിട്ടുമ്പോൾ പ്ലാന്റ് സോഴ്സ്, K2 ബയോളജിക്കൽ ബാക്ടീരിയൽ ഫ്ലോറയിൽ നിന്നും അനിമൽ സോഴ്സിൽ നിന്നും. ഇനി അപ്പോൾ വൈറ്റമിൻ കെയുടെ മൂന്നാമത്തെ ഫോം നമുക്ക് പറയണം. അതാണ് വൈറ്റമിൻ K3 എന്ന് പറയുന്നത്. ഇതിൽ ഇവിടെ ഐസോപ്രീനോയിഡ് ഫോം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ഇവിടെ ഒരു ജസ്റ്റ് ഒരു HM കൊടുത്തു കഴിഞ്ഞാൽ സംഭവമാണ്. സോ ഐസോപ്രീനോയിഡ് സൈഡ് ചെയിൻ ഇല്ല. ആൻഡ് K3 ഈസ് സിന്തറ്റിക് ഫോം ആണ്, നാച്ചുറൽ അല്ല എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് വാട്ടർ സോലുബിൾ ആണ്. സോ K3 ഈസ് നോട്ട് എ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. ഇതൊരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ് K3. സോ K1 ഉണ്ട്, K2 ഉണ്ട്, K3 ഉണ്ട്. 3 ഫോംസ് ഉണ്ട്. K3 സിന്തറ്റിക് വാട്ടർ സോലുബിൾ ആണെങ്കിൽ അതേഴ്സ് ആർ നാച്ചുറൽ ഫാറ്റ് സോലുബിൾ ആണ്. അപ്പൊ ഇത് എന്തോരം കഴിക്കണം? റെക്കമെൻഡഡ് ഡെയിലി അലവൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-100 എന്നും നമുക്ക് കാണാം, 70-140 പല ടെക്സ്റ്റുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. രണ്ടായാലും മൈക്രോഗ്രാം പെർ ഡേ ആണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഏകദേശം 1 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ഇത് വേണം എന്ന് നമുക്ക് മനസ്സിലാവും. സോ സോഴ്സസ് K1 ആകുമ്പോൾ എവിടെ നിന്ന് കിട്ടും? ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് കിട്ടും അല്ലെ. ഇത് പ്ലാന്റ് ആണ് എൻ്റെ സോഴ്സസ്. സ്പിനാച്ചിലുണ്ട്, കോളിഫ്ലവറിൽ, ക്യാബേജ്, ബീൻസ്, എല്ലാത്തിൽ നിന്നും നമുക്ക് ഫില്ലോക്വിനോൺ നമുക്ക് ഭക്ഷണത്തിലൂടെ കിട്ടും. K2 മെനാക്വിനോൺ നമുക്ക് അപ്പോൾ എവിടെ നിന്ന് കിട്ടും? ഇത് അനിമൽ സോഴ്സ് ആണെന്ന് പറഞ്ഞു. നമ്മളുടെ അനിമൽസിന്റെ ലിവർ, എഗ്, മിൽക്ക് പ്രോഡക്ട്സ് അതിൽ നിന്ന് കിട്ടും. ഡയറ്റിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയൽ ഇൻറ്റസ്റ്റൈനൽ ഫ്ലോറയും ഉണ്ടാക്കി തരും. സാധാരണ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയർ ആയിട്ടാണ് ഉണ്ടാവത്തുള്ളൂ. ഇനി ഇത് ഫാറ്റ് സോലുബിൾ ആണ്. സോ ഇത് രണ്ടുമാണ് നമ്മൾ കഴിക്കുന്നത്. ഇത് സിന്തറ്റിക്, ഇത് സാധാരണ ഇഞ്ചക്ഷനോ കുത്തിവെപ്പൊക്കെ ആയിട്ട് പുറത്തുനിന്ന് കൊടുക്കുന്നതാണ്. ആൻഡ് ഇത് രണ്ടും ഫാറ്റ് സോലുബിൾ ആണ്. ഫാറ്റ് സോലുബിൾ ആകുമ്പോൾ ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് എന്ത് വേണം? നമുക്ക് ബൈൽ സോൾട്ട്
ഗ്ലൈക്കോൾസ് വേണ്ടി വരും. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്തിട്ട് എൻഡറോസൈറ്റ്സിൽ നിന്ന് പോകുന്നത് ലിംഫാറ്റിക്സിലേക്കായിരിക്കും. ലിംഫാറ്റിക്സ് വഴി ബ്ലഡിലെത്തും, ബ്ലഡിൽ നിന്ന് ലിവറിനകത്തേക്ക്. സോ അപ്പോൾ കൈലോമൈക്രോൺസ് ഒക്കെ വേണം പൊതിയാൻ, അബ്സോർബ് ചെയ്യാനായിട്ട്. ദെൻ പിന്നെ ലിവറിൽ നിന്ന് ഇത് VLDL ആൻഡ് ഓൾസോ LDL ഒക്കെ പൊതിഞ്ഞായിരിക്കും ശരീരത്തിൽ മൊത്തം സർക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ വൈറ്റമിൻ K3 മെനഡയോൺ പക്ഷെ നമുക്ക് ബയൽ സോൾട്സ് ഒന്നും വേണ്ട, വാട്ടർ സോലുബിൾ ആണ്. ശരീരത്തിൽ ഇത് സ്റ്റോർ ചെയ്യുന്നില്ല. ഈ വൈറ്റമിൻ K ഈസ് നോട്ട് സ്റ്റോർഡ്, ലിവറിലുള്ളത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ സ്റ്റോറിങ് എവിടെയും ഇല്ല. സോ അപ്പോൾ അതുകൊണ്ട് അക്യൂട്ട് മാലബ്സോർഷൻ കേസസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ കേസ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡെഫിഷ്യൻസി ആയിരിക്കും ഫസ്റ്റ് നോട്ടീസ് ചെയ്യാറ്. കാരണം സ്റ്റോർ ചെയ്യാത്ത സംഭവം പെട്ടെന്ന് ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ബയോകെമിക്കൽ ഫങ്ഷൻസ് ആണ് പറയേണ്ടത്. ഇത് പറഞ്ഞാൽ രക്തം കട്ടപിടിക്കാൻ ഈ വൈറ്റമിൻ വേണം എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയും. സോ ലിവറിൽ നിന്ന് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്, നമുക്കറിയാം. ഫാക്ടർ 2 ഉണ്ട്, പ്രോത്രോംബിൻ ഫാക്ടർ. ഫാക്ടർ 7 ഉണ്ട്, പ്രോ കൺവേർട്ടിൻ. ദെൻ ഫാക്ടർ 9ഉം 10ഉം, ദാറ്റ് ഈസ് ക്രിസ്മസ് ഫാക്ടർ, സ്റ്റുവർട്ട് ഫാക്ടർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമുക്കറിയാം. ആൻഡ് ഈ ഫാക്ടേഴ്സ് ഒന്നും ആക്ടിവേറ്റഡ് അല്ല. സോ ദീസ് ആർ ഇനാക്ടിവേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണ്. സോ അപ്പോൾ നമുക്കിവയെ ആക്ടിവേറ്റ് ചെയ്യണം. നമുക്കിവയെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ ഗാമ കാർബൺ എന്ന് വെച്ചാൽ നമുക്കറിയാം ആൽഫ കാർബൺ, ബീറ്റ കാർബൺ, ഗാമ കാർബൺ എന്നൊക്കെ പറയുന്ന പോലെ ഗാമ കാർബണിലേക്ക് ഒരു ഗ്ലൂട്ടാമിക് ആസിഡ് നമുക്ക് പിടിച്ചു പിടിക്കാം. ഗ്ലൂട്ടാമിക് ആസിഡ് റെസിഡ്യൂ അങ്ങ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ അങ്ങനെ ഈ ഗ്ലൂട്ടാമിക് ആസിഡ് നെഗറ്റീവ് റെസിഡ്യൂ നെഗറ്റീവ് ചാർജ് ആണ്. സോ ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഗ്ലൂട്ടാമിക് ആസിഡ് റെസിഡ്യൂ വരുമ്പോൾ ഇവയ്ക്ക് എന്ത് സംഭവിക്കും? ഇവയുടെ നെഗറ്റീവ് ചാർജ് കൂടുതലാകും. സോ ദിസ് വിൽ ബിക്കം മോർ ആൻഡ് മോർ നെഗറ്റീവ് ആകും എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് ഇതിനെ പോസിറ്റീവ് ചാർജുള്ള കാൽഷ്യം ഈസ് പോസിറ്റീവ് ആണ്, ഇതിനെ കൂടുതലായിട്ട് വേഗം ഒട്ടിച്ചേരാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മുടെ ലിവർ സെൽസ് ഹെപ്പറ്റോസൈറ്റ്സിൽ ഗാമ ഗ്ലൂട്ടമൈൽ കാർബോക്സിലേസ് എന്ന് പറയുന്ന ഒരു എൻസൈം. ആൻഡ് ഇവിടെ വേറെ ആരൊക്കെ കൊടുക്കണം വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കണം, ദെൻ ഓക്സിജൻ ഒക്കെ കൊടുക്കണം ഈ റിയാക്ഷൻ. സോ ഗാമ ഗ്ലൂട്ടമേറ്റ് പിടിപ്പിച്ചിട്ട് മെച്യൂർ ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനാക്റ്റീവ്, അവിടെ അതിന് പകരം മെച്യൂർ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടും. മെച്യൂർ ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 7, 9, 10 ഒക്കെ നമുക്ക് കിട്ടും. സോ ഇപ്പോൾ ഉദാഹരണം ഫാക്ടർ 2 ആണെങ്കിൽ ആരാണ്? ഫാക്ടർ 2 ഈസ് പ്രോത്രോംബിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രോത്രോംബിൻ നമുക്ക് എന്താവും? പ്രോത്രോംബിൻ ചേർന്ന് കാൽഷ്യം പൊട്ടിച്ചേരും, കാൽഷ്യം കോംപ്ലക്സ് ആകും. ആൻഡ് ഇത് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫോസ്ഫോലിപ്പിഡ് ലെയറിൽ അറ്റാച്ച് ചെയ്യും. അപ്പോൾ പ്രോത്രോംബിൻ ബിക്കം ത്രോംബിൻ ആയിട്ട് മാറും. ത്രോംബിൻ എന്ത് ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം, അത് ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റും. സോ ഈ പരിപാടിയൊക്കെ നടക്കണമെങ്കിൽ അപ്പോൾ ആദ്യം ഇവിടെ ആൽഫ ഗാമ ഗ്ലൂട്ടമിക് ആസിഡ് റെസിഡ്യൂസ് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിലേക്ക് വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ ആക്ടിവേറ്റഡ് പ്രോത്രോംബിനെ പോലെയുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ഇവിടെ വൈറ്റമിൻ K വേണം എന്നുള്ളതാണ് വൈറ്റമിൻ Kയുടെ ഇമ്പോർട്ടൻസ്. വൈറ്റമിൻ K ഈസ് നീഡഡ് ഹിയർ. അവിടെ എന്ത് ഫോമിലാണ് വൈറ്റമിൻ K വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോക്വിനോൺ ഫോമിൽ നമുക്ക്, അല്ലെങ്കിൽ അതിനെ നമുക്ക് റെഡ്യൂസ്ഡ് ഫോം എന്ന് വിളിക്കാം. റെഡ്യൂസ്ഡ് ഫോം ഓഫ് വൈറ്റമിൻ K ആയിട്ട് നമുക്ക് വേണം. സോ സംഭവം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ഒക്കെ ആയി, ഇതിന്റെ സെൽഫ് ഉണ്ടായിരുന്നു. പക്ഷെ പങ്കെടുത്ത വൈറ്റമിൻ K ഇപ്പം എന്ത് പറ്റി? പങ്കെടുത്ത വൈറ്റമിൻ Kക്ക് പരിക്ക് പറ്റി. അവൻ നൗ ബിക്കം 2,3 എപ്പോക്സൈഡ്. വൈറ്റമിൻ K 2,3 എപ്പോക്സൈഡ് ഫോമിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ്. സോ അപ്പൊ ഇനിയും ഈ പരിപാടി നടക്കണമെങ്കിൽ ഇവനെ പിടിച്ച് നമുക്ക് ഇങ്ങോട്ടേക്ക് ആക്കണമെങ്കിൽ മാത്രമേ സംഭവങ്ങൾ നടക്കൂ. സോ ഇതാണ് വൈറ്റമിൻ K സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വൈറ്റമിൻ K 2,3 എപ്പോക്സൈഡ് ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വീണ്ടും ഇതിനിടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫോം നമുക്ക് ക്വിനോൺ ഫോമിലേക്ക് മാറ്റാം. ആദ്യമാവുന്നത് ക്വിനോൺ ഫോമിലേക്കാണ് ഇത് മാറുന്നത് എന്നുള്ളതാണ്. സോ അപ്പൊ ഇതിന് എപ്പോക്സൈഡ് ആയിരുന്നു. അപ്പോൾ വൈറ്റമിൻ K എന്ന് എഴുതുക, എപ്പോക്സൈഡ് എന്ന് എഴുതുക. എപ്പോക്സൈഡിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാണ്. സോ റെഡ്യൂസ് ചെയ്യാൻ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈം വേണം. അപ്പോൾ ഇവിടെ ഒരാളും കൂടി ചാവാൻ വേണം. അവന്റെ പേര് ലിപ്പോയിക് ആസിഡ് ആണ്. ലിപ്പോയിക് ആസിഡ് റെഡ്യൂസ്ഡ് ലിപ്പോയിക് ആസിഡ് ആയിരുന്നു, അത് ഇപ്പോൾ ഓക്സിഡൈസ്ഡ് ലിപ്പോയിക് ആസിഡ് ആയിട്ട് മാറും എന്നുള്ളത്. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ക്വിനോൺ കിട്ടും. സോ ഇനിയിപ്പോൾ ഈ ക്വിനോണിനെ പിടിച്ചിട്ട് നമുക്ക് റെഡ്യൂസ്ഡ് ഹൈഡ്രോക്വിനോൺ ആക്കാം. സോ അപ്പോൾ നമുക്ക് വൈറ്റമിൻ K തിരിച്ച് കിട്ടും. സോ അതിന് നമുക്ക് ഇതിനെ വീണ്ടും റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ക്വിനോൺ ആണുള്ളത്. സോ ഇറ്റ് ഈസ് ക്വിനോൺ റിഡക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വേണം അവിടെ. പക്ഷെ അപ്പോൾ NADPH വിൽ ബിക്കം NADP+ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളത്. സോ ഈ സൈക്കിളിൽ വൈറ്റമിൻ K സൈക്കിൾ നടന്നാലേ വൈറ്റമിൻ Kക്ക് വീണ്ടും ആക്റ്റീവ്
ആക്റ്റീവ് ആക്കി ഈ ക്ലോട്ടിംഗ് ഫാക്ടറിനെയൊക്കെ ആക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവൻ എപ്പോക്സൈഡായി നശിച്ചു പോകും. സോ ഈ സ്റ്റെപ്പ് കൂടി നടക്കണം എന്നുള്ളത്. സോ ഈ സൈക്കിളിലെ ഇന്റർമീഡിയറ്റ് ഫോം ക്വിനോൺ ഫോം ഉണ്ടാക്കുന്ന വൈറ്റമിൻ കെ എപ്പോക്സൈഡ് റിഡക്ടേസിനെ തടയുന്ന ചില മരുന്നുകളെ കുറിച്ചുകൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ആന്റി കോയാഗുലൻസ് ആയിട്ട് കൊടുക്കുന്ന പ്രധാനപ്പെട്ട മരുന്നുകളാണ് വാർഫാരിൻ എന്ന് പറയുന്ന മരുന്ന്, ഡൈകോമറോൾ എന്ന് പറയുന്ന മരുന്നൊക്കെ ഈ വൈറ്റമിൻ കെ എപ്പോക്സൈഡ് റിഡക്ടേസിനെ തടയുന്ന മരുന്നുകളാണ് എന്ന് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് വൈറ്റമിൻ കെ നമ്മൾ പറഞ്ഞത് ആക്ടിവേഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നാണ്. സോ ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ആക്ടിവേഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. സോ ഈ സ്റ്റെപ്പിനെ നമുക്ക് വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരു പ്രോട്ടീൻ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായ പ്രോട്ടീനെ നമ്മൾ വീണ്ടും ചെത്തി കണ്ടിച്ച് ആരെങ്കിലൊക്കെ ആഡ് ചെയ്യുന്നതിന് നമ്മൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ എന്നാണ് നമ്മൾ പറയുക. സോ ഈ സ്റ്റെപ്പിനെ അപ്പം നമുക്ക് പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ ഓർ ഗാമ കാർബോക്സിലേഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാമല്ലോ. സോ ഇങ്ങനെയാണ് നമ്മൾ പറയുക. സോ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ ഗാമ കാർബോക്സിലേഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് വൈറ്റമിൻ കെ വേണം. ആൻഡ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് വൈറ്റമിൻ കെ. ആൻഡ് ഇനി ഇതേപോലെ വേറെ ചില ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് പ്രോട്ടീൻ സി എന്ന് പറഞ്ഞത് നമ്മൾ ഈ ക്ലോട്ടിംഗ് പാത്വേയിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. വേറൊരു പ്രോട്ടീനാണ് പ്രോട്ടീൻ എസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ കോയാഗുലേഷൻ പാത്വേയിലുള്ളതാണ്. ആൻഡ് ഈ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനും നമുക്ക് വൈറ്റമിൻ കെ ആവശ്യമാണ്. വേറെ ചില ആൾക്കാരെ ഇനാക്ടിവേഷൻ ചെയ്യണം. അതേതൊക്കെയാണ്? അത് ഫാക്ടർ 5A ഇനാക്ടിവേറ്റ് ചെയ്യണം, ദെൻ ഫാക്ടർ 8A ഇനാക്ടിവേറ്റ് ചെയ്യണം. സോ ഇതിനെ രണ്ടിനെയും ഇനാക്ടിവേറ്റ് ചെയ്യാനും ആര് വേണം? നമ്മുടെ വൈറ്റമിൻ കെ വേണം. സോ വൈറ്റമിൻ കെക്ക് ഇപ്പോൾ ഒരുപാട് റോൾ ഉണ്ട്. കോയാഗുലേഷൻ ഓർ ബ്ലഡ് ക്ലോട്ടിങ്ങിലൊക്കെ ഒരുപാട് റോൾ ഉണ്ട്. സോ ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ. സോ അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ ഓഫ് വൈറ്റമിൻ കെ ഈസ് ഇൻ ബോൺ മിനറലൈസേഷനിലും ഇതേപോലെ ഒരു റോൾ ഉണ്ട് വൈറ്റമിൻ കെ. ബോൺ മിനറലൈസേഷന് വേണ്ട ചില കോ ഫാക്ടേഴ്സിന്റെ പേര് പറയാം. ഒന്ന് ഓസ്റ്റിയോകാൽസിൻ ആണ്, രണ്ട് മാട്രിക് GLA പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്, മൂന്നാമത്തെ പെരിഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ. സോ ഈ പ്രോട്ടീൻ ഇവയെല്ലാം ആക്ടിവേഷൻ നടക്കണമെങ്കിൽ, പ്രോട്ടീൻ ആക്ടിവേറ്റഡ് പ്രോട്ടീൻ ആണെങ്കിൽ നമുക്ക് വൈറ്റമിൻ കെ അത്യന്താപേക്ഷിതമാണ്. ഇവിടെയും നടക്കുന്നത് ഗാമ കാർബോക്സിലേഷൻ തന്നെയാണ്. ഓസ്റ്റിയോകാൽസിനിലും മാട്രിക് GLA പ്രോട്ടീനിലും പെരിയോസ്റ്റിനും എല്ലാം ഗാമ കാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. സോ അതിന്റെയും കോ ഫാക്ടർ ഈസ് വൈറ്റമിൻ കെ തന്നെയാണ്. ആൻഡ് ഈ പ്രോട്ടീൻസ് ഓസ്റ്റിയോകാൽസിനൊക്കെ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് ബോൺ ആണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ബോണിന്റെ ഹൈഡ്രോക്സി ആപ്പിറ്റൈറ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ വേണമല്ലോ. ക്രിസ്റ്റൽസിലേക്ക് ഈ സംഭവങ്ങൾ വന്ന് ഒട്ടിച്ചേർന്നാൽ മാത്രമേ ബോൺ മിനറലൈസേഷൻ നടക്കൂ. ആൻഡ് ഈ ഓസ്റ്റിയോകാൽസിന്റെ ഒരു പ്രത്യേകത, ഇതിനകത്ത് വേറൊരാൾ കൂടിയുണ്ട്, ഹൈഡ്രോക്സി പ്രോലീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഇത് നമ്മൾ വൈറ്റമിൻ സി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. സോ ഈ ഇതുണ്ടാവാനായിട്ട് ആര് വേണം? വൈറ്റമിൻ സി വേണം. സോ അപ്പോൾ ബോൺ മിനറലൈസേഷന് അല്ലെങ്കിൽ ഓസ്റ്റിയോകാൽസിന് പ്രത്യേകിച്ച് വൈറ്റമിൻ കെ ആൻഡ് വൈറ്റമിൻ സി ഡിപ്പെൻഡൻ്റ് ആണ് എന്നുകൂടി ഓർത്തിരിക്കുക. സോ അപ്പോൾ ഈ പരിപാടി നടന്നില്ല, വൈറ്റമിൻ കെ ഇല്ലെങ്കിൽ ഈ പരിപാടി മിനറലൈസേഷൻ നടക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്ത്? ബോൺ ഡെൻസിറ്റി, ഡിക്രീസ്ഡ് ബോൺ ഡെൻസിറ്റി ആൻഡ് ഓൾസോ റിസ്ക് ഓഫ് ഫ്രാക്ചേഴ്സ്, വേഗത്തിൽ എല്ലുകൾ ഒടിയാനുള്ള സാധ്യത വർദ്ധിക്കും എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ റോൾ കൂടി പറഞ്ഞേക്കാം, ദാറ്റ് ഈസ് ഇൻ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ ഒരു റോൾ ഉണ്ട്. ഇത് കോംപ്ലക്സ് 1 ആണ്, ഇത് കോംപ്ലക്സ് 2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്നത് നമ്മുടെ യുബിക്വിനോണിലേക്കാണ്. യുബിക്വിനോൺ എന്ന് പറയുന്നത് ഒരു നമ്മുടെ വൈറ്റമിൻ കെ ഒക്കെ പോലെ ക്വിനോൺ ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് വേണം കോംപ്ലക്സ് 3യിലേക്ക് പോകാൻ. സോ അപ്പോൾ ഇത് യുബിക്വിനോൺ ഒരു വൈറ്റമിൻ കെ അടുത്ത് സാദൃശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇവിടെയും വൈറ്റമിൻ കെയുടെ ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി വളരെ കുറവാണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പുവർ പ്ലാസെന്റൽ ട്രാൻസ്പോർട്ട് ഓഫ് വൈറ്റമിൻ കെ, പ്ലാസെന്റൽ ട്രാൻസ്പോർട്ട് കുറവാണെങ്കിൽ, ലോ ഹെപ്പാറ്റിക് സ്റ്റോർ ആണ് എങ്കിൽ, ദെൻ സ്റ്റെറൈൽ ഇൻഡസ്റ്റൈൻ എന്ന് വെച്ചാൽ കുട്ടികളിലൊക്കെ ജനിക്കുമ്പോൾ മൈക്രോഫ്ലോറ ഒന്നുമില്ല, അപ്പോൾ വൈറ്റമിൻ കെ ഉണ്ടാക്കുന്നില്ല. ദെൻ ഇമ്മെച്വർ ഹെപ്പാറ്റോസൈറ്റ്സ് ആണ്, അവരുടെ ഹെപ്പാറ്റോസൈറ്റ്സ് അത്രയും മെച്വർ ആയിട്ടില്ല എങ്കിൽ, അമ്മയുടെ മുലപ്പാൽ മാത്രം കുടിക്കുന്ന കുട്ടികൾക്ക് മുലപ്പാലിൽ നിന്ന് വൈറ്റമിൻ കെ കുറഞ്ഞേ കിട്ടൂ. സോ മിൽക്കിനകത്ത് കുറവാണ്. സോ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ അല്ലെങ്കിൽ നവജാത ശിശുക്കളിൽ പ്രത്യേകിച്ച് പ്രീ മെച്വർ ആയിട്ടുള്ള ന്യൂ ബോണിൽ വൈറ്റമിൻ കെയുടെ കുറവ് ഉണ്ടാകാം. സോ അവരിൽ വൈറ്റമിൻ കെ ഡിക്രീസ്ഡ് ആയിരിക്കാം. അപ്പോൾ അവർക്കുണ്ടാകുന്ന അസുഖമാണ് ഹീമോലിറ്റിക് ഡിസീസ് ഓഫ് ന്യൂ ബോൺ എന്നാണ് അതിന് നമ്മൾ വിളിക്കുക. സോ ദീസ് ആർ വൈറ്റമിൻ കെ ഡിപ്പെൻഡൻ്റ്. ഇനി അല്ലാതെ മുതിർന്നവരിലാണെങ്കിലോ, പ്രൊലോങ്ഡ്
പ്രൊലോങ്ഡ് ആൻറ്റിബയോട്ടിക് തെറാപ്പി കഴിച്ച് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ഫ്ലോറയൊക്കെ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GI ഡിസീസസ് മൂലം ഫ്ലോറ ശരിയായി വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. മാൽ അബ്സോർഷൻ ഓഫ് ലിപ്പിഡ്സ് ശരിക്കും അബ്സോർബ് ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ വൈറ്റമിൻ കെയും അബ്സോർബ് ചെയ്യുന്നില്ല. വൈറ്റമിൻ കെ അന്റഗോണിസ്റ്റുകളായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞ വാർഫാരിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നവരിൽ, സോ ഇവരിലൊക്കെ ചിലപ്പോൾ വൈറ്റമിൻ കെ കുറഞ്ഞേക്കാം എന്നുള്ളതാണ്. വലിയ ആൾക്കാരിലൊക്കെ ഇതാണ് സംഭവം. ആൻഡ് WHO പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കുട്ടികളിലും ഓൾ ന്യൂ ബോൺ പ്രൊഫൈലാറ്റിക് ആയിട്ട് വൈറ്റമിൻ കെ കൊടുക്കണം. 1 milligram IM വിത്തിൻ 6 hours. ജനിച്ച 6 മണിക്കൂറിനകം മിക്കവാറും പറ്റുമെങ്കിൽ അപ്പം തന്നെ അങ്ങ് വൈറ്റമിൻ കെ കൊടുത്തേക്കണം എന്നുള്ളതാണ് അവരിൽ പറയുന്നത്. സോ രോഗം ഹീമോലിറ്റിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ ആണ്. അത് നമ്മൾ വേറൊരു പേര് പറയും വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി റിലേറ്റഡ് ബ്ലീഡിംഗ് എന്നും നമ്മൾ അതിനെ വിളിക്കും, അല്ലെങ്കിൽ VKDB എന്നും നമ്മൾ ഇതിനെ. സോ അപ്പോൾ എന്തൊക്കെ ഉണ്ടാകും അവരുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ? ബ്രൂയിസിങ് ടെൻഡൻസി, പെട്ടെന്ന് മുറിവുണ്ടാകാനുള്ള ടെൻഡൻസി, അവിടുന്ന് ബ്ലീഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. എക്കൈമാറ്റിക് പാച്ചസ് ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് സ്പോട്ടോ റെഡ് റാഷോ, ബിക്കോസ് ചെറിയ ബ്ലഡ് വെസലൊക്കെ പൊട്ടിയിട്ടുള്ള പ്രശ്നമാണ്. പോസ്റ്റ് ട്രോമാറ്റിക് ബ്ലീഡിങ് കൂടുതലായിരിക്കും. ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. സോ അപ്പോൾ അവരിൽ പ്രോത്രോംബിൻ ടൈം ഈസ് പ്രൊലോങ്ഡ് ആണ് എന്നുള്ളതാണ്. പ്രോത്രോംബിൻ ടൈം ഈസ് പ്രൊലോങ്ഡ് ആൻഡ് ഓൾസോ ക്ലോട്ടിംഗ് ടൈം നോക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡിലേഡ് ആയിട്ടും കാണാം. അപ്പോൾ നമുക്കിവിടെ വൈറ്റമിൻ കെ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇഫ് യു ഗീവ് വൈറ്റമിൻ കെ കൊടുത്താൽ പ്രശ്നം തീരും. അപ്പോൾ ഡെഫിഷ്യൻസി ആയിരുന്നല്ലോ പ്രശ്നം. സോ ലാബിൽ നമ്മളപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രോത്രോംബിൻ ടൈം ആദ്യം നോക്കും, ഫസ്റ്റ് ഇനീഷ്യലി നോക്കും, ദെൻ വൈറ്റമിൻ കെ കൊടുത്തിട്ടും ഒന്ന് നോക്കും. പ്രോത്രോംബിൻ ടൈം കറക്റ്റഡ് ആയോ? കറക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കും. സോ കറക്റ്റഡ് ആയില്ലെങ്കിലോ? പ്രോത്രോംബിൻ ടൈം നമ്മൾ പഠിച്ചത് ലിവറിന്റെ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് കൂടിയാണ്. സോ ഇറ്റ്സ് ആൻ LFT, കാരണം ലിവർ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് കൂടി അറിയാം. ഈ ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടോ ലിവർ എന്ന് നമുക്കറിയാം പ്രോത്രോംബിൻ. സോ അപ്പോൾ കറക്റ്റഡ് ആയില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ലിവർ ഡിസോർഡർ ആണ് എന്നുള്ളതാണ്. ലിവറിന് പ്രശ്നമുണ്ട് എന്ന് കൂടി അറിയാനുള്ള ഒരു ടെസ്റ്റ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഇനി ഡെഫിഷ്യൻസി ഉള്ളവരിൽ നമ്മൾ സിറം വൈറ്റമിൻ കെ നമ്മൾ ലെവൽ അളക്കുന്നുണ്ട്. സോ നമുക്കപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലെസ് ദാൻ 0.15 നാനോഗ്രാം പെർ ml എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സ്റ്റോറുകൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ അളക്കുക. വേറൊരു ടെസ്റ്റ് കൂടിയുണ്ട്, അത് നമ്മൾ നോക്കുന്നത് സിറം പ്രോത്രോംബിന്റെ ഒരു പ്രിക്കേഴ്സർ നമ്മൾ നോക്കുന്നുണ്ട്. പ്രിക്കേഴ്സർ അല്ലെങ്കിൽ അതിന്റെ പേര് PIVKA2 എന്നാണ്. ഇതിന്റെ ലെവലായിരിക്കും നമ്മൾ നോക്കുക. ആൻഡ് ഇത് കൊയാഗുലേഷന്റെ ഒരു ഫങ്ഷണൽ മാർക്കറാണ്. ഈ ദിസ് PIVKA2 നമ്മൾ അളന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി തെറാപ്പറ്റിക്കലി നമുക്ക് ആന്റി കൊയാഗുലന്റ് ഡ്രഗ്സ് കഴിക്കുമ്പോൾ അതുമൂലമുള്ള പോയിസണിങ്ങിൽ നമുക്ക് വൈറ്റമിൻ കെ ക്യാൻ ബി ഗിവൺ ആസ് ഇഞ്ചക്ഷൻ ആയിട്ടൊക്കെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ആന്റിഡോട്ട് ആയിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്നത് ക്വിനോൺ ഫോമിലുള്ള വൈറ്റമിൻ കെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ ആ ചുറ്റിത്തിരിഞ്ഞ് പെറോക്സിഡേസ് അതൊക്കെ കഴിഞ്ഞ് വരണം എന്നുള്ളതാണ്. സോ അത് നമുക്ക് വൈറ്റമിൻ കെയുടെ ആ 2,3 പെറോക്സിഡേസ് റിഡക്ടേസ് എന്ന് പറയുന്ന ആ സ്റ്റെപ്പ് നമുക്ക് ബൈപ്പാസ് ചെയ്യാം എന്നുള്ളതാണ് ക്വിനോൺ ഫോമിൽ കൊടുത്താലുള്ള ഗുണം. ഫൈനലി ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർ വൈറ്റമിനോസിസ് കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാകാം? ഹീമോലിറ്റിക് അനീമിയ ഉണ്ടാകാം, ഹീമോലിറ്റിക് ജോണ്ടിസ് ഉണ്ടാകാം, കെർണിക് ടെറസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദീസ് ഓൾ ബ്ലഡിൽ പ്രശ്നം ഉണ്ടാകാൻ കാരണം വൈറ്റമിൻ കെ RBCയുടെ മെംബ്രെയിനിൽ സം ഡിഫക്ട്സ് ഒക്കെ ഉണ്ടാകും, ടോക്സിക് എഫക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വൈറ്റമിൻ കെ. താങ്ക് യു ഫോർ വാച്ചിങ്.